Hi, I'm Arun Jackson, Reasoning Faculty. Welcome to Chennai Rise Coaching Institute. Today, we will discuss about the topic puzzles. So, what is the importance of puzzles? Recently, നടന്ന എക്സാംസ് ലൈക്ക് IPS അല്ലെങ്കിൽ SBA റീസെൻ്റ്ലി 2020 നടന്ന എക്സാംസിൻ്റെ അകത്ത് ഒരു 2016 തൊട്ടാണ് 16 മീൻസ് 17, 18, 19 തൊട്ട് പസിൽസിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസേ വരികയാണ് ഓരോ എക്സാംസ് കഴിയുമ്പോൾ. സോ 2020 ഇപ്പം 20 to 25 മാർക്സിനാണ് പസിൽസ് വരുന്നത്. ദാറ്റ് മീൻസ് ഒരു 5 പസിൽ മിനിമം 4 to maximum 5 നമ്പർ ഓഫ് പസിൽസാണ് ബോത്ത് ഫോർ ദ പ്രിലിംസും മെയിൻസിനും വരാറുണ്ട്. സോ ടുഡേ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള പസിൽസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി വിൽ ഡു ബട്ട് ലൈക്ക് എത്ര പേരാണ് അല്ലെങ്കിൽ ഒരു പസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഗിവൻ ഡേറ്റിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. എത്ര പേരാണ് പസിലുള്ളത്, ഇവരേത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്, പിന്നുള്ളത് ഇവർ എന്താണ് പസിലിൻ്റെ ഡിസൈൻ. അപ്പം ഈ 3 ഡിസൈൻസാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ദർ ആർ 5 persons A, B, C, D, E. 5 persons A, B, C, D, sitting in a bench, sitting in a line, sitting in a row. എക്സാമ്പിൾ ഇതെല്ലാം മനസ്സിലാവും. ഇതൊരു ലീനിയർ ഡിസൈൻ ആണ്, നമുക്കത് മനസ്സിലാവും. സോ സിറ്റിംഗ് ഇൻ എ റോ, 5 persons A, B, C, D sitting in a row. ഫേസിങ് നോർത്ത്, ദാറ്റ് ഇസ് എ തേർഡ് പോയിന്റ്. ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ അതെങ്കിലും ശ്രദ്ധിക്കണം. ഈ 5 പേരും നോർത്തിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. നോർത്തിലോട്ട് ഫേസ് ചെയ്യുമ്പോൾ ഇവർ എല്ലാവരുടെയും ഈ 5 പേരുടെയും ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇവിടെയും, റൈറ്റ് സൈഡ് വരുന്ന ഈ സൈഡിലോട്ടും ആയിരിക്കും. അപ്പൊ ഇവിടെ ആയിരിക്കും ഇവരുടെ ലെഫ്റ്റും റൈറ്റും വരുന്നത്. സോ ഇവിടെയുള്ള കുറച്ച് ബേസിക് പോയിന്റ്, നിങ്ങളുടെ പസിൽസിനകത്ത് കാണുന്ന കുറച്ച് ബേസിക് സെന്റൻസുകളാണ് ഞാനിപ്പോൾ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം A is to the left of D. A is to the left of D. Who is at an end. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സെന്റൻസ്. A is to the left of D. Who is at an end. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഡിയുടെ ലെഫ്റ്റിൽ എനെ കാണണം. Who is at an end. Who എന്ന് പറഞ്ഞാൽ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇവിടെ A ഉണ്ട്, D ഉണ്ട്. അപ്പൊ who റെപ്രസെന്റ് ഡിനെയാണ് ഹൂ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ A ഈസ് ടു ലെഫ്റ്റ് ഓഫ് ഡി, ഡിയുടെ ലെഫ്റ്റ് ലൈനെ കാണണം. ഡി ഈസ് അറ്റ് ആൻ എൻഡ്. ഡിസൈൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലീനിയർ ആണ്. ഈ 5 പേര് നോർത്തിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്. സോ ഡി ഈസ് അറ്റ് ആൻ എൻഡ് മീൻസ് ലീനിയർ ഡിസൈനിൽ 2 എൻഡാണുള്ളത്. ഒന്നെങ്കിൽ ഡി ലെഫ്റ്റ് എൻഡിൽ വരാം, അല്ലെങ്കിൽ ഡിക്ക് റൈറ്റ് എൻഡിൽ വരാം. സോ ഡി ഹു ഈസ് അറ്റ് ആൻ എൻഡ് മീൻസ് ഡിനെ ഞാൻ ലെഫ്റ്റ് എൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഡിയുടെ ലെഫ്റ്റ് ലൈനെ കാണാൻ പറ്റത്തില്ല. സോ ഐ പ്ലേസ് ഡി അറ്റ് ദ റൈറ്റ് എൻഡ്. അപ്പൊ ഡീനെ റൈറ്റ് എൻഡിൽ വെച്ച് കഴിഞ്ഞാൽ മൊത്തം 5 പേരുണ്ട്, ഡി റൈറ്റ് എൻഡിലാണെന്ന് മനസ്സിലായി. അത് കഴിയുമ്പോൾ മാത്രമേ ഞാൻ ബാക്കിയുള്ള 4 പേരെ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ ഞാൻ പ്ലേസ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിലും ഇതേ അപ്രോച്ചിലാണ് മൂവ് ചെയ്യുന്നത്. സെയിം ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഡീനെ എൻഡിൽ കിട്ടി, ബാക്കിയുള്ള 4 പേരെ ഡിയുടെ ലെഫ്റ്റ് സൈഡിൽ കിട്ടി. A ഈസ് ടു ദി ലെഫ്റ്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിയുടെ ലെഫ്റ്റിൽ എനെ കാണണം. സോ ഡിയുടെ ലെഫ്റ്റിൽ എനെ കാണണം. എനെ കണ്ടല്ലോ, ശരി. ഡിയുടെ ലെഫ്റ്റിൽ വീണ്ടും എനെ കണ്ട്, എനെ കണ്ട്, എനെ കണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഒരു സെന്റൻസിന്റെ അകത്ത് ദർ ആർ 4 പോസിബിലിറ്റീസ്. എയ്ക്ക് ഡിയുടെ ലെഫ്റ്റിൽ വരാനുള്ള 4 പോസിബിൾ കേസസ് ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പസിലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ ഈ 4 പോസിബിലിറ്റിയെ കുറിച്ചൊരു ഐഡിയ നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കണം. സോ സെക്കൻഡ് പോയിന്റ്, A is to the immediate right of D, who is at an end. അതിന്റെ മീനിങ് എന്താ? A is to the immediate right of D. What is the importance of immediate? അല്ലെ, കമ്പയറിംഗ് ടു ദി ഫസ്റ്റ് സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് വന്നേക്കുന്ന ഒരു ചേഞ്ച് ആണ്, മേജർ ആയിട്ട് ചേഞ്ച് ആണ്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അതും ഇവിടെ ലെഫ്റ്റ് ആയിരുന്നു, ബട്ട് ഇവിടെ റൈറ്റ് ആണ്. അതാണ് വ്യത്യാസം വന്നത് അല്ലെ. A is to the immediate right of D who is at an end. ഇവിടെയും ഡിസൈൻ എന്താണ്? ലീനിയർ ഡിസൈൻ ആണ് അല്ലെ. ഇവിടെയും എന്തുണ്ട്? ലീനിയർ ഡിസൈൻ ആണ്, 2 എൻഡ്. Who is at an end represent D is at an end. D എൻഡിലാണ്.
ഡി എൻഡിൽ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താ? ഐ ഹാവ് ടു സാറ്റിസ്ഫൈ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഓൾസോ. ആദ്യത്തെ പാർട്ട് ഓഫ് ദ സെന്റൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് ഡീന് എവിടെയാണോ വെക്കുന്നത്? എ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരെ കാണണം? എനെ കാണണം. ഞാൻ ഡീനെ റൈറ്റ് ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി വെക്കാൻ പറ്റുമോ? ഇല്ല. സോ ഐ പ്ലേസ് അറ്റ് ദ ഡി അറ്റ് ദ ലെഫ്റ്റ് ഹാൻഡ്. ഇപ്പൊ ഡീനെ പ്ലേസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡിലാണ്. എൻഡിൽ ഇരിക്കുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള 4 സീറ്റ് എവിടെയാണെന്ന് മനസ്സിലാവും. ശരിയല്ലേ? അപ്പൊ എ ഈസ് ടു ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരെ കാണണം? എനെ കാണണം. ശരിയല്ലേ? വെൻ വി കമ്പയർ ദീസ് 2 പോയിന്റ്, ഈ 2 പോയിന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസവും നിങ്ങൾക്ക് ഡിസൈനിൽ മനസ്സിലാവും. അല്ലെ? ആദ്യത്തെ പോയിന്റ് ദർ ആർ 4 പോസിബിലിറ്റീസ്, ബട്ട് ഇവിടെ വരാൻ നേരത്ത് ഇതിന് ഒരേ ഒരു കേസ് മാത്രമേ ഉള്ളൂ. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. സോ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം എ ഈസ് 2 places to the left of D, comma, who is at an end. A is 2 places to the left of D, who is at an end. That means ഇതൊരു ലീനിയർ ഡിസൈൻ ആണ്. D who is at an end represent D എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്ത് വേണം? ഡി എൻഡിൽ വരും വേണം. എ ഈസ് 2 places ലെഫ്റ്റ് ഓഫ് ഡി. ഡിയുടെ ലെഫ്റ്റ് ലൈനെ കാണണം. അപ്പൊ ഞാൻ ഡീനെ വെക്കേണ്ടത് എവിടെയാണ്? റൈറ്റ് എൻഡിലാണ് വെക്കേണ്ടത്. ഡിയുടെ പൊസിഷൻ കിട്ടിയ ശേഷമാണ് ബാക്കിയുള്ളവരുടെ 4 സീറ്റ് ഞാൻ ഇവിടെ എഴുതുന്നത്. അല്ലെ? എ ഈസ് 2 places ലെഫ്റ്റ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഡി കഴിഞ്ഞാൽ 1 2 3 4. അപ്പൊ ഏത് പൊസിഷനിലാണ് എ വരുന്നത്? എ ഈസ് 2 places എന്ന് പറയുമ്പം ഡീനെ കൂട്ടാതെ 1 2 ഇവിടെ വേണം എ വരാനായിട്ട്. സോ എ ഈസ് 2 places ലെഫ്റ്റ് ഓഫ് ഡി, ഹു ഇസ് അറ്റ് ആൻ എൻഡ്. ഡിസൈൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. അടുത്ത് വരാൻ നേരത്താ എ ഈസ് 2 places away to the left of D, away to the left of D, comma, who is at an end. ശരിയല്ലേ? അപ്പൊ എ ഈസ് 2 places away to the left of D, who is at an end. This is also a linear design ആണ്. ഇതൊരു ലീനിയർ ഡിസൈൻ ആണ് വരുന്നത്. ഡി ഹൂ ഇസ് അറ്റ് എൻ എൻഡ് മീൻസ് ഡിയിൽ എൻഡിൽ വരണം. ഏത് എൻഡിൽ വരണം? ലെഫ്റ്റ് എൻഡ് ഉണ്ട്, റൈറ്റ് എൻഡ് ഉണ്ട്. ദാറ്റ് ഡിപ്പെൻസ് ഇവിടുത്തെ ഡയറക്ഷൻ ആണ്. അല്ലെ? അത് ലെഫ്റ്റിലാന്ന് പറയുന്നുണ്ട്. ഡിയുടെ ലെഫ്റ്റിലാണ് ആരെ കാണുന്നത്? എനെ കാണുന്നത്. ഡിയുടെ ലെഫ്റ്റിൽ എനെ കാണുന്നുണ്ടെങ്കിൽ ഡി ഷുഡ് ബി അറ്റ് ദ റൈറ്റ് എൻഡ്. ഡി റൈറ്റ് എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 സീറ്റ് എനിക്ക് ഈസിലി വരയ്ക്കാനായിട്ട് പറ്റും. അത് കഴിയാൻ നേരത്തെ എ ഈസ് 2 places away. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി വേർഡ് away? വെൻ വി കമ്പയർ ദീസ് 2 sentences, there is only slight change. അല്ലെ? ഒരു ചേഞ്ച് മാത്രമേ ഈ സെന്റൻസിനകത്ത് വരാറുള്ളൂ. ഒന്ന് 2 places to the left of D and the other sentence is 2 places away to the left of D. When we compare these 2 sentences, ഈ 2 സെന്റൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നാണ് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടത്. മോസ്റ്റ് ഓഫ് ദി എക്സാംസ് എഴുതുന്ന എല്ലാ സ്റ്റുഡൻസിനും തെറ്റുപറ്റുന്ന ഒരു പോയിന്റ് ആണ് 2 places away എന്ന് പറയുമ്പോൾ എല്ലാവരും 3ാമത്തെ പൊസിഷനിലാണ് ആരെ പ്ലേസ് ചെയ്യുന്നത്? എനെ പ്ലേസ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഈസ് റോങ്. നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് 1 2 എനെ പ്ലേസ് ചെയ്യേണ്ട 2nd പൊസിഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് സെന്റൻസിൽ ചേഞ്ച് ഉണ്ടെങ്കിലും ഡിസൈനിൽ ചേഞ്ച് ഇല്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി 2 places away is same as 2 places. 2 places എന്ന് പറഞ്ഞാൽ 1 2. ഇവിടെയാണ് നിങ്ങൾ ആരെ പ്ലേസ് ചെയ്യേണ്ടത്? എനെ പ്ലേസ് ചെയ്യേണ്ടത്. സോ ഈ 2 ഡിസൈൻ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇനി അടുത്ത വരുന്നത് എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി, കൊമ, who are at the end. അല്ലെ? എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി, who are at the end എന്ന് പറഞ്ഞാൽ എന്താ? എ ബിറ്റ്വീൻ ആണ്. ആറ് ബിറ്റ്വീൻ ആണ്? ബിയുടെയും ഡിയുടെയും ബിറ്റ്വീൻ ആണ്. who are അപ്പൊ ആരാണ്? ബിയും ഡിയും എവിടെയാണ്? എൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ഈസ് ഒരു റോ ആണ്, ലീനിയർ ഡിസൈൻ ആണ്. ദർ വിൽ ബി 2 എൻഡാണുള്ളത്. എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി, ബിയും ഡിയും ആണ് എൻഡിൽ വരുന്നത് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? അപ്പൊ ഈ ലെഫ്റ്റ് എൻഡിൽ വരുന്ന ആളാരാണ്? ബി ആണോ ഡി ആണോ? ആലോചിച്ച് നോക്കിയേ, ആരായിരിക്കും വരുന്നത്? 2 പേർക്കും വരാനുള്ള ചാൻസ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ബി വരുവാണെങ്കിൽ ഇവിടെ ഡി വരും, ഇവിടെ ഡി വരുവാണെങ്കിൽ ഇവിടെ ബി വരും. അല്ലെ? അപ്പൊ എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി. എ ഈസ് ബിറ്റ്വീൻ എന്ന് പറയുന്ന നേരത്തെ എന്താ? ബിയുടെയും ഡിയുടെയും ബിറ്റ്വീനിൽ ആര് വരണം? എ വരണം. സോ എ ഇവിടെ വന്നാലും എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി സാറ്റിസ്ഫൈഡ് ആണ്. എ ഇവിടെ വന്നാലും എ ഈസ് ബിറ്റ്വീൻ, എ ഇവിടെ വന്നാലും എ ഈസ് ബിറ്റ്വീൻ ആണ്. സോ ഈ പോയിന്റ് എ ഈസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി, ഹു ആർ അറ്റ് ദ എൻഡ്സ്. ദാറ്റ് മീൻസ് ബിയും ഡിയും എൻഡിൽ വരണം, എ ബിറ്റ്വീനിൽ വരണം. സോ ദർ ആർ ദിസ് മെനി കേസസ് ഫോർ ദിസ് പോയിന്റ്. ഈ പോയിന്റിന്റെ അകത്ത് ഇത്രയും കേസുകൾ വരാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, എ ഈസ്
exactly between B and D who are at the end. A is exactly between B and D who are at the end. അപ്പോൾ ഇവിടെ എന്താ ബിയും ഡിയും എൻഡിലാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് ബി ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി കോമ ഹു ആർ അറ്റ് ദ എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ബി ആൻഡ് ഡി റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പെക്റ്റീവ്ലി? റെസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ ദർ ഇസ് ആൻ ഓർഡർ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലെ. ആ ഓർഡർ എന്താണ്? ആദ്യമേ ബി വരണം, രണ്ടാമത് ഡി വരണം. സോ ദിസ് എ ലീനിയർ ഡിസൈൻ ആണ്. രണ്ട് എൻഡ് ഉണ്ട്. ഹു ആർ അറ്റ് ദ എൻഡ്സ് മീൻസ് ബിയും ഡിയും എൻഡിൽ വരണം. സോ ബി ആദ്യം വരണം, ഡി വരണം. അതാണ് റെസ്പെക്റ്റീവ്ലിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ എ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ. മൊത്തം 5 പേരാണുള്ളത്. 2 പേരെ സീറ്റ് ഞാൻ ഓൾറെഡി കൊടുത്ത്, ബാക്കിയുള്ള 3 പേർക്ക് സീറ്റ് കൊടുത്തു. സോ 3 + 2 5 seats. അപ്പം എ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ എ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ. അപ്പൊ എയുടെ പൊസിഷൻ എവിടെ വരുന്നത്? എ ഷുഡ് ബി അറ്റ് ദ എക്സാക്ട് സെന്റർ. ദാറ്റ് മീൻസ് ബിയും എയും ആയിട്ടുള്ള ഗ്യാപ്പിന്റെ ഇടയിൽ there is 1 seat. Similarly എ ആൻഡ് ഡി there is another seat അല്ലെ. അപ്പം എ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ബി ആൻഡ് എയിലും ബിറ്റ്വീനുള്ള സീറ്റ്സ് 1 ആയിരിക്കണം. എ ആൻഡ് ഡി ബിറ്റ്വീനുള്ള സീറ്റ്സ് 1 ആയിരിക്കണം. സോ ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. സിമിലർ ആയിട്ടുള്ള കേസാണ് എ സിറ്റ്സ് അറ്റ് ദ സെന്റർ ഓഫ് ദി റോ. സെന്റർ ഓഫ് ദി റോ എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് സെന്ററിൽ വരണം. എ സിറ്റ്സ് അറ്റ് ദി മിഡിൽ ഓഫ് ദി റോ. മിഡിൽ ഓഫ് ദി റോ എന്ന് പറഞ്ഞാലും എക്സാക്ട് സെയിം ഐഡിയ തന്നെയാണ് അവിടെ ഒരു പ്രോസസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിറ്റിംഗ് ടു ദി ലെഫ്റ്റ് ഓഫ് എ is same as number of students sitting to the right of A. അതായത് എയുടെ ലെഫ്റ്റിലിരിക്കുന്ന സ്റ്റുഡൻസും സെയിം ആയിരിക്കണം എയുടെ റൈറ്റിലിരിക്കുന്ന സ്റ്റുഡൻസും. എന്നാലും എ സിറ്റ്സ് അറ്റ് ദ സെന്റർ ഓഫ് ദി റോ ആണ്. സിമിലർ ആയിട്ടുള്ള വേറൊരു കേസാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിറ്റിംഗ് ടു ദി ലെഫ്റ്റ് ഓഫ് എ is same as number of students sitting to the right of B. എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ ലെഫ്റ്റിലിരിക്കുന്ന സ്റ്റുഡൻസിന്റെ നമ്പറിനോട് സെയിം ആയിരിക്കണം ബിയുടെ റൈറ്റിലിരിക്കുന്ന സ്റ്റുഡൻസിനോട്. സോ ഹിയറും ദ ഡിസൈൻ ഈസ് സിമിലർ. ലീനിയർ ഡിസൈൻ ആണ്. ഇവിടെയും 5 സീറ്റ് ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് എ. ഞാൻ എന് ഇവിടെ കൊടുത്ത് ബിന് ഇവിടെ കൊടുത്ത്. നോർമലി എല്ലാവരും ചിന്തിക്കുന്നതാണ്. 2 സീറ്റ് ഇവിടെ കൊടുത്ത്, ബാലൻസ് ഉള്ള 3 സീറ്റ് ഇവിടെ കൊടുത്ത്. സോ ടോട്ടൽ there are 5 seats. 5 seats and 5 people are there. The number of students sitting to the left of A. എയുടെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? 1 2 3 4. 4 പേരാണ് എയുടെ ലെഫ്റ്റിലുള്ളത്. Is same as number of students sitting to the right of B. Right of B 1 2 3 4. അപ്പൊ സെയിം ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിനെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ബിക്കോസ് എയുടെ ലെഫ്റ്റിലിരിക്കുന്ന 4 പേരാണ്, ബിയുടെ റൈറ്റിലിരിക്കുന്ന 4 പേരാണ്. നെക്സ്റ്റ് കേസ് എ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. സോ എയുടെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? 1 2 3. 3 പേരുണ്ട്. ബിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ബിയുടെ റൈറ്റിൽ എത്ര പേരുണ്ട്? 1 2 3. സോ എയുടെ ലെഫ്റ്റിലും ബിയുടെ റൈറ്റിലും 3 persons ഉണ്ട്. ഈ 2 കേസേ ഉള്ളൂ. വേറെ ഏതെങ്കിലും കേസസ് ഉണ്ടോ? ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ എ ഇവിടെ കൊണ്ടുവന്നു. ബിക്കോസ് ഇവിടെ ആരാണ് ആദ്യം വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിറ്റിംഗ് ലെഫ്റ്റ് ഓഫ് എ ഈസ് സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റിംഗ് ടു ദി റൈറ്റ് ഓഫ് ബി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ബി ആദ്യം പറഞ്ഞം എ രണ്ടാമത് പറഞ്ഞൊന്നും എന്റെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. സോ ദേർ ഇസ് ആൻ അനദർ കേസ്. രണ്ടാമത്തെ കേസ് ആണ്. എ ഇവിടെ വരുമ്പം എയുടെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? 0. ബിയുടെ റൈറ്റിൽ എത്ര പേരുണ്ട്? 0. സിമിലർലി എ ഇവിടെ കൊണ്ട് എയുടെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? ഒരാള്. ബിയുടെ റൈറ്റിൽ എത്ര പേരുണ്ട്? ഒരാള്. ശരിയല്ലേ? അപ്പം എന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് there are 4 cases. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും പസിലിൽ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ബേസിക് സെന്റൻസ് ആയിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കണം. അതിനാണ് നിങ്ങൾ ചെറിയ ടൈപ്പ് പസിൽസ് ചെയ്യേണ്ടത്. അങ്ങനെ ഫെമിലിയർ ആയി കഴിയാൻ നേരത്ത് വേണം ബിഗർ പസിൽസ്. സോ ഐ ക്യാൻ ഈസിലി ക്രാക്ക് ഡൗൺ PO പസിൽസ് വിച്ച് ഇൻ ലിറ്റിൽ ടൈം. ഒരു ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് ഈസിലി സോൾവ് ചെയ്യാനുള്ളൊരു ഐഡിയ ആണ് ഈ ബേസിക് പസിൽ എടുത്തേക്കുന്നത്. അപ്പം ഈ ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള നമുക്കെല്ലാം ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പം ഈ ഒരു ലോജിക്കിന്റെ ബേസിസിൽ, അതായത് സീറ്റിംഗ് ആയിക്കോട്ടെ, ലോജിക്കിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.